ഹലോ, ഹായ്, നമസ്തേ, നമസ്കാരം. നല്ല പാലപ്പത്തിന്റെ കൂടെയും ഇടിയപ്പത്തിന്റെ ഒക്കെ കൂടെയും നല്ല പച്ച റൊട്ടിയുടെ ഒക്കെ കൂടെയും സൂപ്പർ കോമ്പിനേഷനായ നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് ചിക്കൻ സ്റ്റൂവിന്റെ റെസിപ്പിയാണ് അമ്മ നമുക്കായി കാണിച്ചു തരുന്നത്. പലർക്കും ഈ ഒരു റെസിപ്പി എത്ര ചെയ്തിട്ടും ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജസ് വരാറുണ്ട്. പക്ഷെ അമ്മയുടെ ഈ ഒരു ചിക്കൻ സ്റ്റൂവിന്റെ റെസിപ്പി അതേ അളവുകളിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. ഇതിനകത്ത് പറയുന്നത് പോലെ തന്നെ ചെയ്ത് നോക്കുക. ഉറപ്പായും നിങ്ങൾക്ക് അതിൽ സക്സസ് ഉണ്ടാവും. അപ്പോൾ അമ്മയുടെ സ്റ്റൂ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഇടാൻ മറക്കണ്ട കേട്ടോ. ഒപ്പം തന്നെ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അമ്മയുടെ യമ്മി വൈറ്റ് ചിക്കൻ സ്റ്റൂവിന്റെ റെസിപ്പി കണ്ടിട്ട് മടങ്ങി വരാം. അപ്പം നമുക്ക് നമ്മുടെ അടിപൊളി ചിക്കൻ സ്റ്റൂ തയ്യാറാക്കി എടുക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു 2 ചെറിയ ബേ ലീഫ് കൂടി ചേർക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട അത് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 12 ഏലക്ക എടുത്തിട്ടുണ്ട്, അതൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഏലക്കയുടെ ഫ്ലേവർ അല്പം മുമ്പിട്ട് നിൽക്കണം ഈ ഒരു സ്റ്റൂവിന്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു 10 കുരുമുളക് ഒന്ന് കല്ലിൽ വെച്ച് ചതച്ചെടുത്തതാണ്, അതും ചേർത്ത് കൊടുക്കാം. ഒരു 8 ഗ്രാമ്പൂ. മസാലയൊക്കെ ഒന്ന് മൂത്ത് മണം വരണം. ഇതൊരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഒരു 2 ടേബിൾ സ്പൂൺ വരും. ഇഞ്ചി അത്യാവശ്യം വേണം സ്റ്റൂവിന് കേട്ടോ. ഒരു 8 വെളുത്തുള്ളി അല്ലി നീളത്തിൽ അരിഞ്ഞത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്നങ്ങ് വഴറ്റാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് മൂത്ത് മണം വന്നു കഴിഞ്ഞാൽ അതിലോട്ട് 1 കിലോ ചിക്കൻ എല്ലോട് കൂടിയതാണ്, കഴുകി വൃത്തിയാക്കിയ ശേഷം കറി കട്ട് സൈസിൽ മുറിച്ചെടുത്തിട്ടുള്ളതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചിക്കൻ്റെ കഷ്ണങ്ങളിലെ ജ്യൂസൊക്കെ നന്നായിട്ട് ഇറങ്ങി വരണം. ഇപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അതിലോട്ട് ഒരു വലിയ സവോള അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇതുപോലെ സ്ക്വയർ കട്ടാക്കി എടുത്തിട്ടുള്ളതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. 2 തണ്ട് ഫ്രഷായ കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ചേർക്കാം. എല്ലാം കൂടി ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ ഒരു വലിയ പൊട്ടാറ്റോ സ്ക്വയർ കട്ടാക്കിയതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഒരു ചെറിയ ക്യാരറ്റും കൂടി ഇതിൽ ചെറുതായിട്ട് അരിഞ്ഞ ശേഷം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഈ സമയത്ത് ചേർക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഈ സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 12 പച്ചമുളകാണ്, ഇതുപോലെ കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. സ്റ്റൂ ആകുമ്പോൾ നമ്മൾ കൂടുതൽ പച്ചമുളകാണ് ഇതിൽ ചേർക്കുന്നത്. ഇതിപ്പോൾ വെള്ള സ്റ്റൂ ആയതുകൊണ്ട് നമ്മൾ മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. പച്ചമുളക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി, നമ്മൾ ആദ്യമായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ ഒരു 3 ഗ്ലാസ് 2-ാം പാലാണ്, അല്പം ലൂസായിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ, അതും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ 2-ാം പാലിൽ കിടന്ന് നമ്മുടെ ചിക്കനും പൊട്ടാറ്റോയും എല്ലാം മുഴുവനായിട്ട് തന്നെ വെന്ത് കിട്ടണം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പാൻ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് മതിയാകും. ഗ്രേവി ഒത്തിരി ലൂസാണെങ്കിൽ ഒന്ന് തുറന്ന് വെച്ച് 2-3 മിനിറ്റ് കൂടി ഒന്ന് വേവിക്കണം. ഇപ്പം ഗ്രേവിയൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 2 ടീസ്പൂൺ വിനീഗർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പുളിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഇതിപ്പം 2 ടീസ്പൂൺ കോൺഫ്ലവറാണ്, അത് അല്പം വെള്ളം ചേർത്ത് കട്ടയില്ലാതെ കലക്കി കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിക്ക് നല്ല ഒരു കൊഴുപ്പ് കിട്ടും. ഇനി ഒരു 2 മിനിറ്റ് ഒരു ചെറിയ തീയിൽ വെച്ച് ഒന്ന് തിളപ്പിക്കണം. ഇനി അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് 1-ാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, എല്ലാം കൂടി ഒന്ന് ചൂടായി വന്നാൽ മതിയാകും. തിളച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഗ്രേവിയൊക്കെ അത്യാവശ്യം തിക്കായിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് നോക്കാം, എല്ലാം കറക്റ്റാണ്. ഫൈനലായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തട്ക പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. 4-5 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കൂടി ചേർക്കാം. ഉള്ളി ഒന്ന് മൂത്ത് മണം വന്നു കഴിഞ്ഞാൽ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. 2-3 തണ്ട് കറിവേപ്പിലയും കൂടി അങ്ങ് ചേർക്കാം. ഫ്ലെയിം ഓഫാക്കാം. ചൂടോടെ നമ്മുടെ ചിക്കൻ സ്റ്റൂവിൻ്റെ പുറത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി മണമാണ് ഇവിടെ. ഇതിനെ ഒന്ന് അടച്ചു വെച്ച ശേഷം ഒരു 10 മിനിറ്റിനകം നമുക്ക് സെർവ് ചെയ്തെടുക്കാം. സൂപ്പർ ടേസ്റ്റിയാണ് ഈ ഒരു ചിക്കൻ സ്റ്റൂ കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ അതും അല്പം ചേർത്ത് ഗാർണിഷ് ചെയ്യാം. പിന്നെ അവസാനമായിട്ട് ഞാനൊരു 1 ടീസ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. അതൊരു നല്ല ടേസ്റ്റ് മേക്കറാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതുപോലെ വെള്ള സ്റ്റൂ വെക്കുമ്പം അതിൽ ചേർക്കാറുള്ളത് എന്താണെന്നറിയാമോ? 1 ടീസ്പൂൺ ഡാൽഡ ചേർത്താൽ ഭയങ്കര ടേസ്റ്റാണ് ചിക്കന്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ. പക്ഷേ കൂടുതൽ ആൾക്കാരും ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് ഇപ്പം ഡാൽഡ അധികം ആൾക്കാർ യൂസ് ചെയ്യാറില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിവിടെ നെയ്യ് ചേർത്തത്. ഞാൻ എപ്പോഴും ഡാൽഡയാണ് ചേർക്കാറുള്ളത്.
ഡാൽഡ ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചിക്കൻ സ്റ്റൂവിന്. അപ്പം ഇതുപോലെ നിങ്ങൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്ന അവസരത്തിൽ 1 ടീസ്പൂൺ ഡാൽഡ നിങ്ങളൊന്ന് ചേർത്ത് നോക്കൂ. ആ ചിക്കൻ സ്റ്റൂവിൻ്റെ ടേസ്റ്റ് തന്നെ വേറൊരു ലെവലാകും കേട്ടോ. ഇത് പാലപ്പം, കല്ലപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കോമ്പിനേഷനാണ് പച്ചറൊട്ടി. ഈ ഒരു ചിക്കൻ സ്റ്റൂവും സൂപ്പറാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻസ് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുക. കറി വിത്ത് അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ? എൻ്റെ അമ്മയുടെ എല്ലാ റെസിപ്പീസും ഈ ചാനലിൽ വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് ഏറ്റവും അത്യാവശ്യം നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഞങ്ങളുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വയം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്സും എല്ലാം ഈ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി ഞങ്ങളെ അറിയിക്കുക. ആ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരിക. അപ്പം മറ്റൊരു റെസിപ്പിയുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും സീ യു, ടാറ്റ, ഗുഡ് ബൈ.